ഹലോ ഗൈസ്, ഞാൻ അക്ഷയ് ഗെയിമർ ആര്യു. അപ്പോൾ ഞാൻ ഇന്ന് BR പുഷിങ് CS ഒക്കെ കളിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ചെക്കന്മാരുണ്ട്. ഞാൻ ഓല വിളിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ചെക്കന്മാരവിടെ വിളിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹേ ബണ്ണി ഉണ്ട്, അഭിനവ് ഉണ്ട്, മാരിയോ ഉണ്ട്. ഇവിടെ രണ്ട് ചെക്കന്മാർ എൻ്റെ ഇവിടുത്തേന്, മറ്റേ വേറെ ഇവിടുത്തെയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ആദ്യം CS കളിക്കാനാണ് നിന്നത്. ഇനി അഭിനവ് മാരിയോ റെഡി എടുക്കണില്ല. പൊട്ടന്മാർ റെഡി എടുത്തിട്ടാണ് സ്റ്റാർട്ട് കൊടുക്കാൻ ഗൈസ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിൻ്റെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ റോഡ് ടു 100 ലൈക്കാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് ഉണർത്താൻ നോക്കുക ഗൈസ്. ഇപ്പോൾ നമ്മളെ സാഡാണ് ഞാനും എൻ്റെ ചാനലും. അപ്പോൾ ഗൈസ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതെന്ത് തോക്കി ഓക്കെ. നമ്മളിവിടെ M200 എന്തൊക്കെ തോക്കെടുത്തിട്ടുണ്ട്. എന്തത് വരാത്? മാരിയോൻ്റെ പകരം വേറെ ചക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ മാരിയോ മൂഞ്ചി. ഗൈസ് കളി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളിനി നേരെ പോവുക, അടിക്കുക, ജയിക്കുക. അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. ഹീറോയ്ക്ക് അടിക്കാനാട്ടോ ഞങ്ങളെല്ലാവരും നോക്കണേ. പക്ഷെ ആർക്കും ഹീറോയ്ക്ക് അടിക്കാൻ പറ്റിയില്ല. ഞാൻ 2 അടിച്ചിട്ടുണ്ട് CS. ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്താ നമ്മൾ പോകുന്നുണ്ട്, എല്ലാവരുടെ അടുത്തും എനിമി ഉണ്ട്. എൻ്റെ അടുത്ത് മാത്രം എനിമി ഇല്ല. എന്താ എല്ലാവരും എന്നെ പേടിച്ചിട്ടുണ്ട്. അവിടെ രണ്ടാളും ഡുവായി കളിക്കുന്നുണ്ട് കേട്ടോ. മലയാളീസ് തോന്നണം, പേരൊന്നും നോക്കിയിട്ടില്ല. ഗൈസ് ഒരുത്തത് അതിൻ്റെ കില്ല് കുമ്മിയിട്ടുണ്ട്. അതിനെ ഫിനിഷാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അഭിനവാണ്. ഓക്കെ, ബണ്ണി ചത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണീനെ രക്ഷിക്കാൻ പോകാൻ പറ്റൂല. ഞാനും അഭിനവ് മാത്രമേ ഉള്ളൂ. 2 കില്ല് ഞാൻ ഫിനിഷാക്കി കൊടുത്തു. ഒരുത്ത കട്ടാനെ കൊണ്ട് വന്ന് ഹെഡ് ഷോട്ട് അടിച്ചു. ഓക്കെ, ഞാൻ ചത്തിട്ടുണ്ട്. നമ്മൾ നേരെ അഭിനവിൻ്റെ കളിയാണ് കാണുന്നത്. എല്ലാവരും ലൈക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടാപ്പ് അടിക്കാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, ചത്തിട്ടുണ്ട്. ലോലിമൂട്ടും കിട്ടി. അവനോട് അപ്പോഴും പറഞ്ഞതാണ് നല്ല തോക്കെടുക്കാൻ. ഓക്കെ, നമ്മളിതവിടെ G36 ഏതൊരു തോക്കെടുത്തിട്ടുണ്ട്. നമ്മൾ റഷ് ചെയ്യുന്നുണ്ട് ഗൈസ്. നല്ല പാടാ കളിക്കാൻ. ഓപ്പണൻറ്റുള്ള പ്ലേയേഴ്സാണ്. നമ്മളത് ചെറിയൊരു രൂപന്മാരാണ്. നമുക്ക് അതിനില്ല ഇത് കിട്ടൂല. ടോപ്പപ്പ് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല ഗൈസ്. നമ്മളങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, ഒരെത്തും കൂടി ഇല്ലാതെ. നമ്മൾ പിന്നെ എപ്പോഴും കളിക്കണ തന്നെയാണ്. അവിടുന്ന് നല്ല അടിയിട്ടൂല്. പിന്നെ ഡുവായി കളിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അതാ അഭിനവിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ആകെ 3 ഉള്ളൂ. ആ ഡാർക്കിൻ്റെ പകരം മാരിയോ വന്നിരുന്നെങ്കിൽ നല്ല കളിച്ചിരുന്നു. ഡാർക്ക് ഷാഡോ എന്തോ ആണ് അവൻ്റെ പേര്. നമ്മൾ അഭിനവിനെ രക്ഷിക്കാൻ പോയിട്ടില്ല. ബാക്കിൽ നിന്ന് അടിച്ചിരുന്നു ആറിയാൾ. അപ്പന്മാർ എന്തിൻ്റെ കാടാണ്. ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. ബാക്കിൽ നിന്ന് അടിച്ചേ ഊക്കോങ്ങാണ് ഡാർക്ക് ഷാഡോ. കുറേ ടോപ്പൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നൊന്നും നേട്ടം കിട്ടിയില്ല, അതാണ് സത്യം. ചത്ത് അപ്പുറത്തെ ഇത് ലോലിമൂട്ടിൻ്റെ ആൾക്കാരാണ്. ഫുൾ ടോപ്പപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മൾ 2ാമത്തെ റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ലാഗ് അടിക്കേണ്ട എഴുതി. ഓക്കെ, ഡ്രോപ്പ് എടുക്കാനാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തിൽ ഡാർക്ക് ഷാഡോവും ബണ്ണിയും ഇതായിട്ടുണ്ട്. ഓക്കെ, അതവിടെ മറ്റോ ഇമോട്ടിട്ടോ വന്നു. ഓക്കെ, തീർന്നു. ഈ കളി മിക്കവാറും മൂഞ്ചാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അവൻ്റെ ലോലക്കമ്മത്തെ ലോലി ഇമോട്ട് പോലും ഞാൻ എന്ത് ചെയ്യും. നമ്മളെ ഈ 2 പാടാം, ഡാർക്ക് ഷാഡോവും ബണ്ണിയും. പിന്നെ നമ്മൾ അഭിനവ് കളിക്കാനൊന്നുമില്ല, പുതിയ പ്ലെയറാണ് തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ അത് നല്ലോണം കളിക്കുന്ന ആളാണ്. പണ്ട് കളിച്ചിരുന്നതാണ്. അപ്പോൾ പുതിയ അക്കൗണ്ട് തുടങ്ങിയതാണ് ഗൈസ്. ഓക്കെ, കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞു, ഒപ്പം നിന്ന് കളിക്കില്ല. നമ്മളോട് 4 സൈഡ് പോയി ചാവുകയാണ്. കണ്ടോ, എല്ലാവരും എപ്പോഴും എത്ര പെട്ടെന്ന് വന്ന് അടിച്ച് നോക്ക്. ഇതാണ് സ്കോഡ് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കളി ചെറുതായിട്ടൊന്ന് നൈസിൽ വാളി. നമ്മളിതാ 2ാമത്തെ കളി നമ്മൾ കളിക്കാൻ പോവുകയാണ് ഗൈസ്.
ഇതിലെല്ലാം ജയിക്കണം എന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞ. ഓക്കെ, ഇതിൽ നമ്മളെ മാരിയോ വന്നിട്ടുണ്ട്. മാരിയോ എന്താവുമെന്ന് ആവാം ഗൈസ്. അപ്പോൾ ഒരു ലോമോഫ് കളിച്ച് വരികയായിരുന്നു. നമ്മൾ GH എടുത്തിട്ടുണ്ട്. അതാ ഗൈസ്, ഇവിടെ നല്ലൊരു മഴ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഇഷ്യൂ ഉണ്ടാവും. അത് പോകുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് റൗണ്ട് തന്നെ പോയി ചാവാനാച്ചെങ്കിൽ വേറെ മറുപടിയില്ല പറയാൻ. എന്ത് ചെയ്യും? കൂടുതൽ കളിക്കണ ആൾക്കാരുണ്ട്, പക്ഷേ ഒരു ഇതില്ല, ആരല്ല ഗൈസ് ഓരോണ്ണത്തിനും. എനിക്ക് ആരം കിട്ടുന്നില്ല, എന്താണാവോ ഗൈസ്. നമ്മളെന്ത് ചെയ്യും മല്ലയ? ഓക്കെ ഗുയ്സ്, നമ്മളിവിടെ നിൽക്കുന്നുണ്ട് 3 ആളും ഒപ്പം. ഞാൻ ഒപ്പം നിന്ന് കളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾ. അപ്പോൾ 3 ആളും ഒപ്പം നിന്ന് കളിക്കുന്നുണ്ട്. എല്ലാവരും ഒപ്പം നിന്ന് കളിക്കേ. മേരൊക്കെ എവിടുക്ക പോണ്? അടിച്ചാവും. ഒപ്പം നിന്ന് കളി അബ്യേ. അതാ മേലെ പോയിട്ടാണ് ഞങ്ങൾ ചത്തത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ എല്ലാവരും 3 എണ്ണം ഒപ്പം മടായിട്ടുണ്ട്. ആ മേരി അങ്ങോട്ടോട്ട് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് അടിച്ചിടാന്ന് എല്ലാത്തിനെയും. ഇനി ബണ്ണി മാത്രമേ ഉള്ളൂ. പിന്നെ ഏതാന്ന് ഞങ്ങൾക്കറിയില്ല. കളിക്കുമ്പോൾ കിട്ടിയതാണ് ഗൈസ്. ഓൺലൈനിൽ വിളിച്ചപ്പോൾ നിങ്ങളുണ്ടായിരുന്നു. ഞാൻ മലയാളിയാണ് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞത്. അതാണ് ഞാൻ ഫ്രണ്ടാക്കിയത്. നമ്മുടെ മറ്റവൻ്റെ പുളി കളിയാണ് അവനൊക്കെ. നമ്മൾ പിന്നെയും കളി മോശമാണ് ഗൈസ്. അവനെപ്പോലെ വലിയ പ്ലെയേഴ്സ് അല്ലെങ്കിലും കളിക്കാൻ അറിയുന്ന പ്ലെയറാണ് ഗൈസ് ഞങ്ങളൊക്കെ. പിന്നെ ഞങ്ങളാരും ടോപ്പ് ചെയ്യാറില്ല. ഞങ്ങളവിടുത്തെ വലിയ ആൾക്കാരൊന്നുമില്ല. കുറച്ച് ഫ്രീ ആയി കിട്ടുന്ന ഇമോട്ടാണ് ഞങ്ങൾ എടുക്കാറുള്ളത്. ഓക്കെ, ഹായ് ഇമോട്ട്. അഭിനവിൻ്റെ ഒരു ഹായ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. ഉണ്ട് അഭിനവും ഇതും കളിക്കും. മാരിയൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നല്ലടി. ആ മാരിയോ കീറി ചെന്നിട്ടുണ്ട് മണ്ടൻ. റിവൈവ് ചെയ്യടാ. ഡേ കിട്ടിയിട്ടുണ്ട്. അഭിനവെന്ന് പാടാ. ഓനെടാ റിവൈവ് ചെയ്ത്. ഇഞ്ഞ റിവൈവ് ചെയ്യടാ. തീർന്ന്. ആ പൊട്ടനെ തന്നെ റിവൈവ് ചെയ്തപ്പോൾ തീർന്ന് ഐസ്. ഇതാണ് മണ്ടന്മാരെ റിവൈവ് ചെയ്തിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളെ മൂന്നാമത്തെ റൗണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ MP40 എടുത്ത് ഒരു കളി ജയിച്ചിട്ടുണ്ട് ഗൈസ്. യെസ്, ബണ്ണി അല്ലാണ്ട് ടോപ്പപ്പ് ചെയ്യും കേട്ടോ. നമ്മളവിടുത്തെ അല്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ആകെ മഴയാണ്. അപ്പോൾ നല്ല ഇഷ്യൂ ഉണ്ട് കേട്ടോ മഴയുടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇതാക്കുക, ക്ഷമിക്കുക. അടുത്ത വീഡിയോ നല്ല അടിപൊളി കിണ്ണങ്ങാച്ച വീഡിയോ ആണ് ഗൈസ് വരുന്നത്. നിങ്ങളെ EVO 3 ആക്കുമെന്ന് പറഞ്ഞാൽ ഡീനോ ട്രാംസ് ഞാൻ EVO 3 ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ സമയം കിട്ടുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇത് പിങ് അടിക്കുന്നുണ്ട് ഗൈസ്. ഗൈസ്, നമ്മൾ 2ാമത്തെ റൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 5ാമത്തെ റൗണ്ടാണ് പോകുന്നത്. നമ്മളിതിൽ MP40 വുഡ് പാക്കറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ റേസ് എടുത്തു, അത് കാണിക്കാൻ പറ്റിയില്ല ഗൈസ്. തീയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ റേസ് എന്നാണ് ഈ കളിയും പൊട്ടിയിട്ടുണ്ട് 3-4. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ കുറച്ച് BR കളിക്കാമെന്ന് കരുതി. അപ്പോൾ BR എടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് ലെഫ്റ്റ് തരൂ. ഓക്കെ, ഹേ ബണ്ണി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഹേ ബണ്ണി വന്നിട്ടുണ്ട്. ഹേ ബണ്ണി അല്ലല്ലോ, PS ബണ്ണി ഗൈസ്. ഇത് വരുന്നില്ല. അപ്പോൾ ഇത്തിരി ലെങ്ത്ത് കൂടുതലാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ പരമാവധി കട്ട് ചെയ്ത് മാറ്റാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എയർപ്ലെയിനിലെത്തിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ അടുത്ത് ഒരുത്തൻ ചോദിച്ചു ഗൈസ് എൻ്റെ സൗണ്ട് എന്നാ പറഞ്ഞു. പിന്നെ എനിക്ക് പനിയും കൊണ്ട് സൗണ്ട് പോയിക്കാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഗൈസ്. കുളത്തിലൊക്കെ പോയി ആകെ പനി പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എവിടെ ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെത്തും പിടിയില്ലാതെയാണ് ഞാൻ കൊണ്ടുപോയി ഇറക്കുന്നത്. ഓക്കെ, ഞാനിവിടെ എന്താണ്
സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല, എന്തോ സ്ട്രിപ്പോ അങ്ങനെ എന്താണ്. നമ്മളിവിടെ വന്ന് ഇറങ്ങുക, കളിക്കുക, തോൽക്കുക അല്ലെങ്കിൽ ജയിക്കുക, അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു കളി കളിച്ചേ, അതിൽ ഞാൻ ബൂയി അടിച്ചു ഗൈസ്. പക്ഷേ അത് ഞാൻ വീഡിയോ ഓഫ് ആക്കിയിരുന്നു, അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല ഗൈസ്. നമ്മളിതാ ഒരു വീട്ടിലിറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ വന്നേക്കനെ തോക്കും കിട്ടിയിട്ടുണ്ട്. ഒരു MH ഉണ്ട് ഇവിടെ ഗൈസ്. ഓക്കെ, നമ്മൾ MH എനിമി ഉണ്ടോ നോക്കുകയാണ്. അതവിടെ താഴത്തെ MP40 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ MH കളഞ്ഞു, അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്, പിന്നെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, ഉണ്ടെടുക്കാനാണ്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മേലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പീക്ക് ചെന്ന് ഇറങ്ങി ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അഭിനവ് ഇവിടെ എത്തിയിട്ടുണ്ട്. PS ബണ്ണി ഇവിടെ എത്തിയിട്ടുണ്ട്. മാരിയോ എപ്പോഴും അവിടെ തന്നെയാണ് കേട്ടോ. അവനക്ക് പിന്നെ ചത്താലും കുഴപ്പമില്ല, റിവൈവ് ചെയ്യുന്നില്ലൊരു ഇതിലാണോ നിൽക്കണേ, ഒരു ദിവസം മനസ്സിലായിക്കോളും. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ലൂട്ട് ചെയ്യാൻ പോകുമ്പോൾ മേലെ ഒരു അടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്കോപ്പിയൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ ഇതിന് ഇവിടെ ഒരു അടി PS ബണ്ണിക്ക്. ഞാൻ അതുകൊണ്ടൊരു ഷോട്ട് 120 കൊടുത്തു, അത് ഗുമ്മി അഭിനവ്. വല്ലാത്തൊരു ഗുമ്മൽ വീരന്മാരാണ് ഗൈസ് ഇവരൊക്കെ. കളിക്കാൻ കൊടുക്കുന്നത് ഞാൻ തന്നെ, എൻ്റെ അകത്ത് തന്നെ തെറ്റ് ഗൈസ്. അപ്പോൾ ഞാൻ ആ ഇതിൽ പോയപ്പോൾ ഇവിടെ ഒരു M10 മാക്സ് ഗൈസ്. ഞാനത് എടുക്കാനില്ല, കാരണം എൻ്റെ ഫേവറേറ്റൊക്കെ MP40 ആണ്. ഞാൻ അവനാണ് ഫിനിഷ് ചെയ്തുകൊണ്ട് ലൂട്ട് ആദ്യം തന്നെ പെറുക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അവൻ്റെ അടുത്ത് ഒന്നുമില്ല ഗൈസ്, ഒക്കെ ഞാൻ വാരിയിട്ടുണ്ട്. ഇതിനകത്ത് എന്താ, ഇതാ മറ്റേ പുതിയ സാധനം. ഇതിൽ കുറേ ഉണ്ടാവും ഗൈസ്. ഇത് ഞാൻ കുറേ കണ്ടത് തന്നെയാണ്. AWMൻ്റെ ഉണ്ട കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട് ഗൈസ് നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ നേരെ എന്താ ചെയ്യുക, റാങ്ക് പുഷിങ്ങനെ അതൊരു എനിമീനെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ പിന്നാലെ ഞാൻ അങ്ങനെ മണ്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഓൻ ഇനി അവിടെ കാത്ത് നിൽക്കുന്നുണ്ടെന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ വല്ല ട്രാപ്പും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് ഓൻ അതിനെ കടന്ന് കറങ്ങുന്നുണ്ട്, കണ്ടോ, അവൻ്റെ തല അതാ കാണുന്നു. അപ്പോൾ ഞാൻ വരണ നോക്കി നിൽക്കുക തോന്നുന്നു. നമുക്കൊരു ഐഡിയ ചെയ്യാം, നമുക്ക് ഇതിനെ കയറി നേരെ അവൻ്റെ തലമണ്ടൊക്കെ പൊടിക്കുക. പക്ഷെ തലമണ്ട കയറിയില്ല, അവൻ നോക്കായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിനി നേരെ അവനെ ചേർന്ന് ഫിനിഷ് ചെയ്യുക. ഇതിലാരും വന്നില്ല, അതുകൊണ്ട് ഗുമ്മിയില്ല ഗൈസ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇമോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വന്ന് അടിക്കുകയൊന്നും നിൽക്കാറില്ല, അടിച്ചാൽ അപ്പം എന്താ തീടിച്ചങ്ങ് കൊടുക്കും. ഓക്കെ, നമ്മൾ മെഡിക്കൽസും ഇതൊക്കെ അടിച്ച് റെഡി ആവുന്നുണ്ട്. മെഡിക്കൽസല്ല, റിപ്പയറിങ്ങിൻ്റെ. അപ്പോൾ ഗൈസ് തുടങ്ങിയിട്ടുണ്ട് പിന്നെയും അടി. ആരൊക്കെയൊക്കെ അഭിനവിന് നല്ല അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നിന്ന് പറ്റി ബണ്ണിക്കും കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്ന് അടി കിട്ടുന്നതെന്ന് ആർക്കും അറിയില്ല, മേലെ നിന്നാണ് തോന്നുന്നത്. കണ്ടോ, അഭിനവിനെ എനിമി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ബമ്പ അടിയാണ് ഗൈസ്. അവിടെ മേലെ നിന്ന് അടിക്കുന്നുണ്ടോ, അങ്ങോട്ട് ഒരിടത്തും പോയി ഗൈസ്. അഭിനവ് എനിമീനെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആ വീടിൻ്റെ അവിടെ എനിമി ഉണ്ട്. ഞാനങ്ങ് റഷ് ചെയ്തിട്ടുണ്ട്, കാരണം കില്ല് കിട്ടാനാണ് ഗൈസ്. അല്ലെങ്കിൽ അവന്മാരിപ്പോൾ ഗുമ്മും, അത് അല്ലെങ്കിൽ കൊണ്ടുപോകും. കണ്ടോ, ഞാൻ ചെന്ന് നോക്കുമ്പോൾ അത് അവിടെ പുഷ്പട ഉണ്ട്. ഓക്കെ, അവനെവിടെ, അവനെ കാണാനല്ല ഗൈസ്. ഞാൻ പുഷ്പട ഗ്ലൂവാനിൽ 2 അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആളെ കാണാനല്ല, ഞങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ അടി വരുന്ന എഴുതി. നോക്കുമ്പോൾ ഇവിടെ ആളില്ല ഗൈസ്, അവിടെ ആരുമില്ല. ഞാൻ അവിടെ EP കൂട്ടുന്നുണ്ട്, അപ്പോൾ ഒരു ഡ്രോപ്പ് ഇടുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് AWM ഉണ്ടെങ്കിൽ എനിക്ക് വേണമെന്ന്. AWM ഉണ്ടെങ്കിൽ അടുക്കും, ഇല്ലെങ്കിൽ പോലും എടുത്തോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ നിന്നിട്ടുള്ളത്. ഓക്കെ, AWM കിട്ടി. കൊണ്ടുപോയി അവിടെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ഡ്രോപ്പ് വീണേ കൂടി വന്നു ഗൈസ് പോലെ. ഓക്കെ, ഞാൻ ഓടിക്കാന്ന് പറഞ്ഞു. ഓക്കെ, കയറിയുണ്ട് ഗൈസ്. ഇനി നമ്മളൊന്നും നോക്കില്ല, അങ്ങ് പറക്കും എനിമീൻ്റെ അടുത്തെങ്കിൽ. ഇവിടെ മാരിയനോട് വണ്ടി കയറാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവിടെ അടുത്ത് ഫ്രീ വേവ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് അവൻ പായാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. ആ പാറാണ് ഗൈസ്. അവനെന്താ വണ്ടിയിലാണ് പോകണമെന്ന് പോലും അറിയില്ല, ഓടുകയാണെന്ന് തോന്നുന്നു. അവൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കായിരുന്നു, കാരണം അവൻ ഒറ്റക്കാണല്ലോ, ആരും ഉണ്ടാവില്ല. അവനക്ക് എന്തായാലും 3 ആളെ കൊല്ലാൻ പറ്റൂല. ഞാൻ ഇവിടെ ഒരു കില്ലേ എടുത്തിട്ടുള്ളൂ, 2ാമത്തെ കില്ലാവാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ അടി കാണുന്ന നേരെ ഒരു വീടുണ്ടോ, അതിൽ ഇരിക്കുന്നുണ്ട്.
ഞങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടായി. മണ്ടനാണ്, കാറിലാണ് വന്നത് തോന്നുന്നു. ഇവിടെ ഒരു കാറൊക്കെ ഇരിക്കുന്നുണ്ട്, അവൻ്റെയാണ് തോന്നുന്നു. ഞാൻ നേടങ്ങ് വന്നപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അവൻ കാറിൽ കയറി പോയത്. അപ്പോൾ ഞാൻ അവനെ എയർപ്ലെയിൻ വെച്ച് ഒരടി കൊടുക്കാൻ നോക്കിയെങ്കിൽ കൊണ്ടില്ല. പിന്നെ MP40 വെച്ചൊരടി കൊണ്ടു, പക്ഷേ ഡാമേജ് കിട്ടൂലല്ലോ, ദൂരത്തു നിന്ന് ലോങ് ആണല്ലോ. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മൾ മോൺസ്റ്റർ ട്രക്കിൽ മാരിയോ പോവാൻ പറഞ്ഞിട്ടുണ്ട്. പോവാന്ന് പറഞ്ഞു, കാരണം ഇവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ നല്ലോണം ഹെൽത്ത് പോവും. അങ്ങോട്ട് ഓൻ ബൈക്കോട്ടെ, അവന് തൽക്കാലം വിടാം. അപ്പോൾ നമ്മുടെ നേരെ ഞങ്ങളെല്ലാവരും ചത്തു. ഇനി അഭിനവ് മാത്രമേ ഉള്ളൂ ഗൈസ്. PS ബണ്ണി ബാക്ക് അടിച്ച് പോയി. ഉണ്ടാവും, അവൻ അവിടെ തോക്കെടുത്ത് അവിടെ അടിക്കാൻ നിൽക്കുന്നുണ്ട്. ഒരടി പോലും കൊള്ളുന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇവനിത് അവിടെ അടിക്കുന്നുണ്ട്. ലാസ്റ്റ് നിമിഷമാണ് ഗൈസ്. ഒരുത്തനും കൂടി ചത്താൽ 10 ലൈവാവും. പിന്നെ നോക്കണ്ട ഗൈസ്, ഞാനൊക്കെ ചത്ത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറേ കില്ലൊക്കെ എടുക്കാൻ നോക്കിയായിരുന്നു. ഗുമ്മി ഗൈസ്. ഓക്കെ, 10 ലൈവായിട്ടുണ്ട്. ആ കില്ല് അവനല്ല, കൊള്ളുന്നില്ല ഗൈസ്. അവൻ്റെ എനിമി പോയി. അപ്പോൾ അവനോട് ഞങ്ങൾ ഒന്ന് മണ്ടി കളിക്കാൻ പറഞ്ഞു. പിന്നെ ചാടാൻ പറഞ്ഞപ്പോൾ അവന് ഇതിനെ മുന്നിൽ തന്നെ എനിമിയുടെ മുന്നിൽ തന്നെ അവൻ ചാടി കൊടുക്കുന്നത്. ഓക്കെ, നേരെ അടിയിൽ പോയിട്ടുണ്ട്. പിന്നെ സോണ് തന്നെ അങ്ങോട്ട് മുന്നിൽ തന്നെ ചാടേണ്ടി വരും ഗൈസ്. നേരത്തെ ഡ്രോപ്പൊക്കെ ഗൈസ് ഇവിടെ ഉണ്ട്. അപ്പോൾ മറ്റേ AWMൊക്കെ ആരെടുത്താന്നാവോ ഗൈസ്. ഓക്കെ, ഒരാളെ റിവൈവ് ചെയ്യാനുള്ള പൈസ പോലും ഇപ്പോൾ അവൻ്റെ അടുത്തില്ല സത്യം പറഞ്ഞാൽ. നമ്മളിത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഇതുമ്മ കയറി പിടിച്ച് പോകാൻ പറയണ്ട. അപ്പോൾ ഇവിടെ ചെയ്യാൻ എനിമിയുണ്ട്. ഇപ്പോൾ അടി കിട്ടുന്നതിൽ നിന്നപ്പോൾ ഒരടി കിട്ടി. ഓക്കെ, 2, 3, 4, 6 എണ്ണം കിട്ടി. പിന്നെ സോണക്കാണ് കയറിപ്പോയത്. അപ്പോൾ അതിൻ്റെ ഇതിൽ റിവേഴ്സ് എടുത്തപ്പോൾ ബാക്കിയുള്ളവൻ അടിച്ചു കൊന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കഥ കഴിഞ്ഞു ഗൈസ്. എന്താ ഓക്കെ, ഓ ഇത് 3 അടിച്ചു, പ്ലാറ്റിനം 3 അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും അക്ഷയ ഗെയിമറിനാകാം ബൈ ബൈ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.